ಕೇರಳದಲ್ಲಿ ನಡೆದಿರುವಂತಹ ಮಹಾ ದುರಂತದ ಸಂಬಂಧ ದುರಂತದಲ್ಲಿ ಕೊಚ್ಚಿ ಹೋಗಿರುವಂತಹ ಹಾಗೂ ಸಾವನ್ನಪ್ಪಿರುವಂತಹ ಕುಟುಂಬಸ್ಥರು ನನ್ನ ಜೊತೆ ಇದ್ದಾರೆ. ನಾನು ಅವ್ರನ್ನ ಮಾತಾಡಿಸ್ತಾ ಹೋಗ್ತೀನಿ. ಅವರಿಗೆ ಕನ್ನಡ ಬರ್ಲಿಕ್ಕಿಲ್ಲ, ಒಂದಷ್ಟು ಮಲಯಾಳದಲ್ಲೇ ಕೇಳಬೇಕಾಗುತ್ತೆ. ಅವ್ರನ್ನ പ്രശ്നം ಮಾಡ್ತೀನಿ. സർ, എന്തായിട്ട് നമ്മളെ കുടുംബത്തിൽ പിന്നെ ഇപ്പോൾ മൊത്തം 20 ആളുകളെയാണ് കാണാതായിട്ടുള്ളത്. അതിൽ 2 കുട്ടികളെയും ഒരു സ്ത്രീയുടെയും നമ്മൾ കണ്ടെത്തി നമ്മൾ മറവ് ചെയ്തിട്ടുണ്ട്. ഇനി 17 ആളുകളെ ഞങ്ങൾക്ക് കണ്ടെത്താനുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ കുറേ ഉണ്ട് എന്ന് പറയുന്ന ബോഡികൾ, ആ ബോഡികൾ മുഴുവനും ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്ത് കിട്ടിയിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര മണിക്കോ എത്ര ആൾക്കാരാണ്? എൻ്റെ കുടുംബത്തിൽ 20 ആളുകൾ. 20 ആളുകളാണ് മിസ്സിങ്. അസലിಗೆ എന്തായിട്ട് സർ? ഉരുൾപൊട്ടിയ വീടൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. ಇದು ಸ್ಥಳೀಯರ ಮಾತು. ಮುಜೀಬ್ ಅವರು ಹೇಳೋ ಪ್ರಕಾರ ಅವರ ಕುಟುಂಬದ 17 ಮಂದಿ ಮನೆಯಲ್ಲಿ ಇದ್ರಂತೆ. ಮನೆಯಲ್ಲಿ ಇದ್ದಂಥ ಸಂದರ್ಭದಲ್ಲಿಯೇ ಪ್ರವಾಹ ಹೆಚ್ಚಾಗಿದೆ, ಕೊಚ್ಚಿ ಹೋಗಿದ್ದಾರೆ. ಈಗ ಅವರ ಮೃತದೇಹಗಳು ಈ ಕಮ್ಯುನಿಟಿ ಹಾಲ್ಗೆ ಬಂದಿದೆ. ಅದನ್ನ ಪತ್ತೆ ಹಚ್ಚುವ ಕಾರ್ಯದಲ್ಲಿ ನಿರತರಾಗಿದ್ದಾರೆ. ಸರ್ಕಾರದವರು ಗಮನ ಹರಿಸಬೇಕು, ಮೃತದೇಹಗಳನ್ನ ಬೇಗ ಕೊಡಬೇಕು ಅನ್ನೋದು ಅವರ ಆಗ್ರಹ ಆಗಿದೆ. ಕೇರಳದಿಂದ ಕ್ಯಾಮರಾ ಪರ್ಸನ್ ವಿನಯ್ ಜೊತೆ ರವಿ ಪಾಂಡವಪುರ, ನ್ಯೂಸ್ ಫಸ್ಟ್ ಕೇರಳ. ನ್ಯೂಸ್ ಫಸ್ಟ್ ನಿರ್ಭೀತಿಯಿಂದ ನಿಮ್ಮ ಪರವಾಗಿ.